അറിയാലോ, രാവിലെ തന്നെ ഞാനും അമ്മയും കൂടി മസാല ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ കട്ടൻ ചായ കുടിക്കണോട്ട് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞപ്പോ ചേച്ചി ഒരു ലൈം ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു, അതും കുടിച്ചുട്ടാ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കരിക്ക് നിർബന്ധമാണല്ലോ. കരിക്കിന്റെ വെള്ളം മാത്രമേ കുടിച്ചോളേ. കഴമ്പ് ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് ഞാനത് തിന്നില്ല കേട്ടോ. ബാൽച്ചേട്ടൻ മലയ്ക്കോ മാലയിട്ടോ തന്നെ ചേച്ചിക്ക് നോൽമ്പുണ്ട്. അതുകൊണ്ട് നോൺ വെജ് ഒന്നും വെക്കുന്നില്ല വീട്ടില്, എല്ലാതും പച്ചക്കറികളാണ് കേട്ടോ. ഈവനിങ് ആയപ്പോ വലിച്ചിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അവിടുന്ന് കേക്കും ചായയും വെജ് ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടായേ. പിന്നെ അവിടുന്ന് അച്ഛന്റെ അടുത്ത് പോയപ്പോ അവിടുന്ന് വീണ്ടും കരിക്ക് കുടിച്ചിട്ടുണ്ടായിട്ടാ. വരണ വഴിക്ക് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നേ. അമ്മയ്ക്കും ചേച്ചിക്കും ചോക്കോബാർ, എനിക്കിതേ പേപ്പർ കോണാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരണ വഴിക്ക് എന്നെ നടന്ന് തിന്നിട്ടാ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നിട്ട് സമൂസയും ചായയും കുടിച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കട്ടൻ ചായ നിർബന്ധമാണ്. ഞാനിങ്ങനെ ഇരുന്ന് മടക്ക കുടിക്കൂട്ടോ. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോ വെറുതെ ഇരിക്കുന്ന സമയത്ത് കയ്യിലേക്ക് ഒരു കുറുകുറ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ റെഡ് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഞാനും ചേച്ചിയും അത് അങ്ങോട്ട് ഇരുന്ന് കഴിച്ചു തീർത്തുട്ടോ. രാത്രിത്തേക്ക് ചപ്പാത്തിയും കറിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കലത്തെ കറിയെല്ലാം കൂട്ടിയിട്ട് ഞാൻ ചോറായിരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ മാത്രമല്ല ചേച്ചിയും ചോറായിരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയൊക്കെ എനിക്കിന്ന് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പൊ അത്രയുള്ള ഗൈസ്, ടാറ്റാ ബൈ ബൈ, സീ യു.